സർക്കാരിനെയും BJP-യെയും വിമർശിച്ചും UDF-നെ വാനോളം പുകഴ്ത്തിയും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പരിപാടി ഏൽക്കുന്ന സമയത്ത് എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നോ ആ നിലപാടിലല്ല ഞാൻ ഇന്നുള്ളത്. കേൾവിക്കാരുടെ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളും സന്ദീപിന്റെ മറുപടികളും. അപ്പ പ്രശ്നം ഗുരുതരമാണ്. താങ്കൾ ഈ പറയുന്നത് ഈ BJP-ക്കാർ പറയുന്നത് എല്ലാം നുണകളാണ്, കോൺഗ്രസ് പറയുന്നത് എല്ലാം സത്യമാണ്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ ജനങ്ങളെ ബ്ലഫ് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? ഒരു കാര്യം കള്ളമാണെന്ന് തോന്നാം, മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് സത്യമാണെന്ന്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിനൊന്നോ അതിൽ കൂടുതലോ വർഷമായിട്ട് ഈ കോൺഗ്രസ് മുക്ത ഭാരത് ഏതെങ്കിലും പാർട്ടി ഇല്ലാതാവുന്നത് അടിച്ചു നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. ജനാധിപത്യത്തിന്റെ ശോഭ കെടുത്തും, അത് തെറ്റാണ് എന്ന് സാറിന് ബോധ്യമില്ലായിരുന്നോ? എല്ലാരും വിളിച്ചു. പലപ്പോഴും പ്രകടിപ്പിക്കേണ്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്, സത്യമാണ്. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? എന്റെ നിലപാട് മാറ്റത്തിന്റെ അംഗീകാരമാണ് എന്ന് സാറ് പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം അവിടെ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്, സാറല്ല. ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള എനിക്ക് ജനാധിപത്യം ഒരു അവകാശം നൽകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനുഷ്യ ഇങ്ങനെ മാറുമോ? എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? ഇനി അടുത്ത് സൂര്യ ഫെസ്റ്റിവലില് ഏത് പാർട്ടിയുടെ ആളായിട്ട് വരുമെന്നും കൂടെ ഒന്ന് ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. ജനാധിപത്യ ബോധമില്ലാത്ത BJP-യിലെ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് ഇപ്പോഴും വിഷമമുണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടും. എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. അങ്ങനെയാണല്ലോ, ഒരാളെ വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജിക്കാൻ പറ്റാത്തൊരു നിലപാട് വരുന്ന സമയത്ത് അവർക്ക് ദേഷ്യവും തോന്നും. വെറുതെ ചിരിപ്പിക്കരുത്.